ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, ശുഭദിനം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ്. അതായത് പിള്ളേരെ നമ്മൾ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ നമ്മൾ വളർത്തി പഠിപ്പിച്ച് അവർക്ക് കല്യാണപ്രായമായ ജോലിയും വിദ്യാഭ്യാസം കഴിഞ്ഞ് നമുക്കൊരു ജോലി കിട്ടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ജോലിയോടൊപ്പം കല്യാണം കഴിപ്പിച്ച് വിവാഹിതയായിട്ട് പറഞ്ഞയക്കുന്ന വീട്ടുകാർ, അവരെ പറഞ്ഞയച്ചതിന് ശേഷം അവരുടെ സുഖസൗകര്യങ്ങൾ, അവരുടെ പോയിരിക്കുന്ന വീട്ടിൽ സന്തോഷമാണോ സങ്കടമാണോ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. ഒരു മിക്ക പാരൻസും എല്ലാം അന്വേഷിക്കാറുണ്ട്. കുറേ കുട്ടികൾ ഒരു കാര്യങ്ങളും, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ കുറേ കുട്ടികൾ അവരുടെ ഫാമിലിയിൽ അറിയിക്കില്ല. കുറേ കുട്ടികൾ അറിയിക്കാത്ത കാരണം വേറെ ഒന്നും കൊണ്ടല്ല. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ലോൺ എടുത്ത് കടം വാങ്ങിച്ച് മക്കളെ കെട്ടിക്കും. ചിലപ്പോൾ 18 വയസ്സിൽ കെട്ടിക്കും, ചിലപ്പോൾ 20 വയസ്സിൽ കെട്ടിക്കും, ചിലപ്പോൾ ഇപ്പോഴൊക്കെ 25-30 വയസ്സ് പഠിത്തം കഴിഞ്ഞൊക്കെ കെട്ടിക്കും. പണ്ട് ഞങ്ങളുടെ കാലത്തൊക്കെ 18 വയസ്സ് 16 വയസ്സിലൊക്കെ പിടിച്ച് കെട്ടിക്കും. ഇവരുടെ സുഖസൗകര്യങ്ങൾ എന്താണെന്ന് അറിയാൻ അവരെ അറിയിക്കില്ല. കൂടുതലും പെൺകുട്ടികൾ കൂടുതൽ അറിയിക്കില്ല. ഇനി ചില കുട്ടികൾ കാരണസഹിതം പറയും. ഇത് പറയാത്തതും അവർ വേദനിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കുറേ കടബാധ്യതകളും വരുത്തി 10, 50, 100 പവൻ കൊടുത്തും പോരാത്ത സാധനങ്ങളെല്ലാം കാറും ഇതൊക്കെ കൊടുത്തിട്ടായിരിക്കും കെട്ടിക്കണത്. വണ്ടിയും സ്കൂട്ടറും പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് കെട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ സമാധാനമില്ലായ്മ ഉണ്ടെങ്കിൽ മക്കൾ പറയില്ല. ഇനി അഥവാ പറഞ്ഞ് ചെന്ന് ചോദിക്കാൻ ചെന്നാൽ ആ ഭർത്ത് വീട്ടുകാർ പറയും അങ്ങനെയല്ല കാര്യം, ഇങ്ങനെയാണ് കാര്യം എന്ന് പറയും. അപ്പോഴും പെൺകുട്ടികൾക്കും പെൺകുട്ടികളുടെ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും വളർത്തു ദോഷം, അതൊക്കെ ആയിരിക്കും പേര്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടികളും പഠിച്ചു കഴിഞ്ഞ് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാതെ, അവർക്ക് ജോലിയും സാമ്പത്തികവും ഭദ്രതയില്ലാതെ ഒരിക്കലും കല്യാണം കഴിക്കരുത്. കല്യാണം അഥവാ കഴിച്ചാൽ തന്നെ ഈ പൈസ കയ്യിലുണ്ടെങ്കിൽ, നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബലമാണ്. നമ്മൾ ഈ പീഡനങ്ങൾ, ഇപ്പം ഷൈനിയുടെ കഥ തന്നെ, 2 കുട്ടികളെയും കൊണ്ട് ട്രെയിനിൻ്റെ അടിയിൽ പോയി അത് ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? ഇത്രയും പ്രായമായ പെൺകുട്ടികളെയും കൊണ്ട്, അത്രയും പ്രായമുള്ള 10-16 വയസ്സോ അതൊക്കെ ഉണ്ട്, ആ പിള്ളേരെയും കൊണ്ട്, അതിൻ്റെ താഴെ 10 വയസ്സ് അങ്ങനെയൊക്കെ ഉണ്ട്, ആ കുട്ടികളെയും കൊണ്ട് അത് പോയി മരിക്കണമെങ്കിൽ അത്രത്തോളം ഈ 16 വർഷം അതനുഭവിച്ച വേദന, അതനുഭവിച്ച പീഡനങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ അതിൻ്റെ കുടുംബക്കാരില്ല. ഇനി അഥവാ കുടുംബത്തിലെ ആങ്ങളമാരോ അച്ഛനോ അമ്മയോ അവർക്ക് ഒരു പരിമിതികളുണ്ട്, ആ പരിമിതി വരെ പോകാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ അനുഭവിക്കുന്നത് ഈ 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം അങ്ങനെ പോയി ഇപ്പം മരണം വരെ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഒരിക്കലും പാടില്ല. നിങ്ങൾക്ക് ഇന്ന് നിയമങ്ങളുണ്ട്, ഈ നാട്ടിൽ നിയമങ്ങളുണ്ട്, വനിതാ കമ്മീഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് നമുക്ക് എന്തിന് മുഖ്യമന്ത്രിയുടെ അടുത്തോ പ്രധാനമന്ത്രിയുടെ അടുത്തോ മനുഷ്യാവകാശ കമ്മീഷൻ എല്ലായിടത്തും, പോലീസ് സ്റ്റേഷനിൽ പോയാൽ ചിലപ്പം നടപടി ഉണ്ടാവില്ല. ഒരുപാട് നിയമങ്ങളുണ്ട്. നിങ്ങൾ അതനുസരിച്ച് നീങ്ങി നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം. അല്ലാതെ ഇവന്മാരെ പേടിച്ചിട്ട് പോയിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും പോകരുത്. നിങ്ങളുടെ മക്കളെയും നിങ്ങൾ കൊല്ലരുത്. നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്ത് തെറ്റ് ചെയ്താലും ഉപദ്രവം എന്ന് പറഞ്ഞാൽ റോട്ടിൽ നടക്കുന്ന 3rd റേറ്റ് ആൾക്കാരെ തല്ലൂലേ, അതുപോലെ തല്ലിച്ചതച്ചിടുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളുണ്ട്. എനിക്കറിയാവുന്ന കേസുകളുണ്ട്. എന്തിനു സഹിക്കണം? 2 മക്കളെ അല്ലെങ്കിൽ 3 മക്കളെ അല്ലെങ്കിൽ ഒരു കൊച്ചിനെയൊക്കെ സൃഷ്ടിച്ച് തന്നെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെ എന്തിനാ സഹിക്കണത്?
സഹിക്കേണ്ട ആവശ്യമില്ല മക്കളെ, ഒരിക്കലും സഹിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. മണ്ണെണ്ണ ഒഴിച്ച് ചാകുക, കെട്ടി തൂങ്ങുക, ട്രെയിനിൻ്റെ അടിയിൽ പോയി തലവെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ ഇതില്ലാതെ സുഖമില്ലാതെ ഭ്രാന്തിനെ പോലെ ഇരിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭർത്താവ് മരിച്ചു പോയാൽ ജീവിക്കണ്ടേ? ഭർത്താവ് മരിച്ച സ്ത്രീയാണ് ഞാൻ. ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ അയ്യോ എൻ്റെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് ഞാനിരുന്നെങ്കിൽ എൻ്റെ മക്കൾ, ചെറിയ കുഞ്ഞു മക്കൾ ഏത് സ്റ്റേജിലാവും? നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കണം. നമ്മൾ അവരെ ചേർത്ത് തന്നെ പിടിക്കണം. നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ മക്കൾ, നമ്മുടെ ചോരയിലുണ്ടായ നമ്മുടെ മക്കൾ, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ അവരെ വളർത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പിന്തുണച്ച് തന്നെ നമ്മൾ നിൽക്കണം. ഇതുപോലെ കാണിക്കുന്ന അവന്മാരോട് പോകാൻ പറയണം. എല്ലാ സ്ത്രീകളും, ഒരു 95% സ്ത്രീകൾ ക്ഷമിക്കുന്നതേ അവരുടെ മക്കളെ ഓർത്തിട്ടാണ്. ചിലപ്പോൾ പെൺകുട്ടികളാകാം, ചിലപ്പോൾ ആൺകുട്ടികളാകാം, ചിലപ്പോൾ പെണ്ണും ആണുമാകാം. ഇവരെയൊക്കെ ഓർത്തിട്ട് എൻ്റെ മക്കളെന്താവും ഞങ്ങളിങ്ങനെ സെപ്പറേറ്റഡ് ആയാൽ മക്കളെന്താ ചെയ്യും, മക്കൾ വിഷമത്തിലാവൂലേ എന്ന് ഓർത്തിട്ട് മാത്രം ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ ഞാൻ പറയണ ഒരു പരിമിതിയുണ്ട് ഇതിന്. പരിമിതിയിലപ്പുറം, ഒരു പരിധിയിലപ്പുറം ഇവന്മാരെയൊന്നും ക്ഷമിക്കേണ്ട ആവശ്യമില്ല ഒരു പെൺമക്കൾക്കും. എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. അതിനിവിടെ കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ വിളിച്ച് കൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് സമാധാനത്തോടെ ഒരു 18 വയസ്സോ 20 വയസ്സോ 25 വയസ്സോ പോട്ടെ 30 വയസ്സ് വരെ നമുക്ക് അവർക്ക് ബുദ്ധി വളർന്നിട്ടില്ല എന്നോർത്ത് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. ഇത് അതിലും കൂടുതൽ പ്രായമായവർക്ക് എന്തിൻ്റെ അസുഖമായിരിക്കും? അപ്പോൾ അവരുടെ അസുഖം വേറെയാണ്. അത് നമ്മൾ തീർത്താൽ തീരില്ല. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ തീർക്കണം. അത് ദൈവമായിട്ട് തീർത്തു കൊടുക്കണം. മനുഷ്യനെ കൊണ്ട് അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധിക്കും. ഞാൻ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പെൺമക്കളോട് പറയുന്നത്, ഒരിക്കലും നമ്മൾ ഒരാളെ മനസ്സിലാക്കാതെ പോയിട്ട് തല വെച്ച് കൊടുക്കരുത്. ചെറിയ പ്രായത്തിൽ നമുക്ക് തോന്നും, എനിക്കും തോന്നിയിട്ടുണ്ട്, അയ്യോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആൾ, എൻ്റെ കാമുകനാണ് എനിക്ക് ഏറ്റവും വലുത്, എനിക്ക് അയാൾക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് അയാളെ മാത്രം മതി എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ മെച്യൂരിറ്റി പക്വതയായതിനു ശേഷം മാത്രം വിവാഹം കഴിക്കാൻ പാടുള്ളൂ. വിവാഹം എന്ന് പറയണത് നിങ്ങൾ പ്രേമിച്ചോ, സ്നേഹിച്ചോ, സംസാരിച്ചോ, എന്ത് വേണമെങ്കിലും വായിക്കും. പക്ഷേ ഒരുത്തന് കഴുത്ത് നീട്ടി കൊടുക്കുമ്പോൾ അത് ഒരു പ്രാവശ്യമല്ല 10 വട്ടം ആലോചിച്ചതിന് ശേഷം വേണം നിങ്ങൾ കഴുത്ത് നീട്ടി കൊടുക്കാൻ. ഇനി അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ കാലിൻ്റെ ചോട്ടിലായി കഴിയുമ്പോൾ അവനെ ചവിട്ടി അരക്കാനുള്ള ആയുധമല്ല സ്ത്രീ അവനെ ചവിട്ടി അരക്കാനുള്ള സാധനമല്ല, അവൻ്റെ കൈത്തരിപ്പ് തീർക്കാനുള്ള സാധനമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ പെൺകുട്ടികളോടും പറയുന്നത്, നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കുന്ന വ്യക്തി ഇത്തരക്കാരനാണെങ്കിൽ ഒരു ദിവസമല്ല 10 ദിവസം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 10ാമത്തെ ദിവസം നിങ്ങൾ പടിയിറങ്ങണം. പടിയിറങ്ങി നിങ്ങൾക്ക് വേണ്ട നിയമ നടപടികൾ ഇവിടെ ഒരുപാടുണ്ട്, അതിലേക്ക് നിങ്ങൾ പോകണം. ഇന്ന് എല്ലാ പെൺകുട്ടികൾക്കും അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, വിവരമുണ്ട്. എന്ത് ജോലി നമുക്ക് ഒന്നും അറിയാൻ പാടില്ലാത്തവർക്ക് തയ്യൽ ജോലി ചെയ്യാം. എന്തെല്ലാം കൈ ജോലികളുണ്ട്. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം, സ്മോക്കിങ് ചെയ്യാം, ഇനി വീട്ടിലിരുന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം, നമുക്ക് എന്തെല്ലാം ജോലികൾ ചെയ്ത് നമുക്ക് ജീവിക്കാം. ഭർത്താവ് മരിച്ച ഞാനും അങ്ങനെ, ഭർത്താവ് മരിച്ചതാണെന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോകണം. മരിച്ചു പോയെന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ എൻ്റെ പെൺമക്കളോടും പറയുന്നു, നിങ്ങൾ ഒരു വട്ടമല്ല പല വട്ടം. ഇപ്പം സ്നേഹിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പോയി കല്യാണം കഴിക്കാം, ഓടിപ്പോകാം, ചാടിപ്പോകാം, ജീവിക്കുന്നത്. ആ രേണു കണ്ടില്ലേ, ഭർത്താവ് മരിച്ചുപോയി. ആ ഭർത്താവ് മരിച്ച ആ കുഞ്ഞു കുട്ടിയുണ്ട്. ആദ്യത്തെ കെട്ടിൽ അയാൾ കല്യാണം കഴിച്ചതിൽ ഒരു പയ്യനുമുണ്ട്. രണ്ടുപേരെ അവർ നോക്കുന്നില്ലേ? അവർക്ക് പറ്റുന്നത് അവർക്കറിയാവുന്ന ജോലി ചെയ്ത് അവർ ജീവിക്കുന്നില്ലേ? അതിനെ എന്തുമാത്രമാണ് ഈ ഇതിൽ വന്നിട്ട് തേജോവധം ചെയ്യുന്നത്, എന്തുമാത്രം തേജോവധം ചെയ്യുന്നു.
ഇതെല്ലാം പറയാൻ ആൾക്കാരുണ്ടാവും. ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീനെ നടക്കുന്നത് നടപ്പ് കണ്ട, അവർക്ക് യാതൊരു വിഷമവും, അവരങ്ങനെയാണ് അവരിങ്ങനെയാണ്. ഞാനും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ജോലി സ്ഥാപനത്തിൽ നമ്മൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് നല്ല രീതിയിൽ നമ്മൾ കുറച്ച് ബോൾഡായിട്ടിരിക്കുന്ന ആളെ നമ്മൾ എന്തും പറയാം. അത് എല്ലാവരും അല്ല, 100 പേരുണ്ടെങ്കിൽ ഒരെണ്ണം മതി. ഒരെണ്ണത്തിന് കണ്ണിൽ കടി എന്ന് പറയും, ചൊറിച്ചിൽ, അസൂയ, കുശുമ്പ് വന്നിട്ട് നമ്മളെ തേജോവധം ചെയ്യുക. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരാളുടെ മുമ്പിൽ കുനിയേണ്ട ഒരാവശ്യമില്ല. ഇതെല്ലാം കണ്ട് സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മേളിലുണ്ട്. അത് കരുതി നമ്മൾ നമ്മുടെ മക്കളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക. നമ്മളുടെ മനസ്സാക്ഷിക്ക് വിപരീതമായിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ വ്യക്തിയെയും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആ കൊച്ചിനെ എന്തുമാത്രം തേജോവധം ചെയ്യുന്നുണ്ട്. ചിലപ്പം എല്ലാം ഈ പറയുന്നവളുടെ ഒക്കെ പോലെയുള്ള സൗന്ദര്യം അതിനുണ്ടാവില്ല. അതിൻ്റെ ഉള്ള സൗന്ദര്യം വെച്ചിട്ട്, അതിൻ്റെ ഉള്ള ആരോഗ്യം വെച്ചിട്ട്, അതിൻ്റെ ഭർത്താവ് മരിച്ചു ആ വിയർപ്പും അതിൻ്റെ മണവും ആസ്വദിച്ചുകൊണ്ട് അത് ചെയ്യുന്ന ജോലി ചെയ്യട്ടെ. ആർക്കാണ് ഇത്ര വിഷമം? എന്നാൽ അവർ കൊണ്ടേ കൊടുക്കട്ടെ. അതുപോലെ എല്ലാ പെൺകുട്ടികളും അറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം. അറിയാവുന്ന തൊഴിൽ. ഇന്ന് എല്ലാ മക്കൾക്കും വിവരവും വിദ്യാഭ്യാസമുള്ള മക്കളാണ്. ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് നല്ല പഠിത്തമുള്ള മക്കളാണ്. LLB, ഡോക്ടർമാർ, എൻജിനീയർമാർ, ഇൻഫോ പാർക്കിൽ ജോലി, കമ്പ്യൂട്ടർ എല്ലാം പഠിച്ച പിള്ളേരാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയായാലും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. 10 പേരോട് അന്വേഷണം ഒരാൾ നമുക്ക് ജോലി തരും. പറയുക കാരണങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ പറയുക, നമുക്ക് ജോലി സാധിക്കും. അല്ലാതെ ഈ ഇതുപോലെയുള്ള ആഭാസന്മാരുടെ കൂടെ ജീവിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാ മക്കളും ഇത് കേട്ടിട്ട് മനസ്സിലാക്കണം, ചിന്തിക്കണം. ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. എല്ലാം സഹിച്ച് നമ്മൾ ജീവിക്കേണ്ട മക്കളെ, എല്ലാം സഹിച്ച് നമ്മൾ ജീവിക്കേണ്ട. നമുക്കൊരു ജീവൻ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള അവകാശം ദൈവത്തിനേ ഉള്ളൂ. നമ്മൾ പോയി തലവെച്ചൊന്നും കൊടുക്കണ്ട, മരിക്കാനും നോക്കണ്ട, ആത്മഹത്യം ചെയ്യാൻ നോക്കണ്ട. ഇന്നല്ല 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ സന്തോഷം നിനക്ക് തിരിച്ചു കിട്ടും. സ്വന്തം പൈസ, സ്വന്തം അധ്വാനം, സ്വന്തം ജീവിതം, അതിലപ്പുറം വേറെ ഒന്നുമല്ല. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക, അതാണ് ഏറ്റവും കരുത്ത്. ഒരു സ്ത്രീയുടെ കരുത്ത് അതാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ആരോടും കൈ നീട്ടാതെ ജീവിക്കുന്ന കാലത്തോളം ജീവിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കാതെ ബോൾഡായിട്ട് ജീവിക്കുന്ന ഓരോ പെൺകുട്ടികളും അവർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. താങ്ക് യു.